നിന്ന് പുതുപ്പള്ളി ഹൗസിൽ നിന്നും ചാണ്ടിയുമ്മൻ ആരംഭിച്ച സൈക്കിൾ യാത്ര, ആ സൈക്കിൾ യാത്ര ഇപ്പോൾ അവിടെ എത്തിച്ചേരുന്നു. സൈക്കിളിനെ അനുഗമിച്ച് ധാരാളം പേരാണ് ബൈക്കിൽ വരുന്നത്. എന്തായാലും ഇക്കാര്യം ഇന്ന് നിയമസഭാ സമ്മേളനത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ചാണ്ടിയുമ്മൻ തൂക്കി എന്ന് പറയാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ചാണ്ടിയുമ്മൻ അവിടെ നിന്നും സൈക്കിളിൽ ചാണ്ടിയുമ്മൻ ഞാൻ സൈക്കിളിലാണ് എൻ്റെ ഇലക്ഷൻ പ്രചരണം നടത്തിയത്. സൈക്കിൾ ഞാൻ സമയമായി, സത്യപ്രതിജ്ഞയ്ക്ക് അസംബ്ലി തുടങ്ങുകയാണ്. അങ്ങോട്ട് ചെല്ലേണ്ടതാണ്, അധികം താമസിക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും സത്യപ്രതിജ്ഞയുടെ ദിവസം സൈക്കിളിൽ വരാനുള്ള തീരുമാനം. ഞാൻ ഈ സൈക്കിൾ പ്രചരണം നടത്തിയാണ് എൻ്റെ തെരഞ്ഞെടുപ്പ് ജയിച്ചത്. അപ്പോൾ സൈക്കിളിൽ വരുന്നതിനൊരു അസ്വാഭാവികതയില്ല. ചിലപ്പോൾ വരുന്ന ദിവസങ്ങളിലും അങ്ങനെ ആവാം, നമുക്കറിയില്ല. ഇതാണ് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നത്. വരാൻ സാധ്യതയുണ്ട്. എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പ്രാക്ടിക്കലാണോ എന്ന് അറിയത്തില്ല. ഇതൊരു പ്രതികാരമില്ല. ഇങ്ങനെ വാർത്തകളുണ്ട്. നിങ്ങൾ എങ്ങനെ വാർത്ത ഉണ്ടാക്കി ഞങ്ങളെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നു? ഒന്ന് മന്ത്രിയാക്കാൻ പറഞ്ഞു, ഇപ്പൊ പ്രതികാരം എന്ന് പറഞ്ഞു. വണ്ടികൾ ബ്ലോക്ക് ആവുന്നു. അതുകൊണ്ട് പ്ലീസ് എന്നെ മുന്നോട്ട് പോകാൻ സംഭവിക്കും. ഞാൻ ഇവിടുത്തെ ഒരു MLA ആണ്. 140 പേരിൽ ഒരാള്, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന മറ്റൊരു MLA. നിങ്ങൾ ഇനി താമസിച്ചാൽ മറ്റുള്ളവർ വഴി ബ്ലോക്ക് ആവും. എന്നെ മുന്നോട്ട് വിടുക. ശരി മഹേശ്വരൻ, അപ്പോൾ അതായത് അദ്ദേഹം ഇത്തവണത്തെ ചാണ്ടിയുമ്മന്റെ പ്രചാരണ രീതിയും എല്ലാവർക്കും മാതൃകയാകുന്ന തരത്തിലായിരുന്നല്ലോ. വാഹനങ്ങളൊന്നും ഇല്ലാതെ സ്വന്തമായിട്ട്, അല്ലെങ്കിൽ പ്രചാരകരൊന്നും ഇല്ലാതെ സ്വന്തം ഒരു ഇലക്ട്രിക് സൈക്കിൾ വാങ്ങിച്ചു. അതിൽ തൻ്റെ നാട്ടുകാരെയൊക്കെ നേരിൽ കണ്ട് വോട്ട് വാങ്ങിയാണ് ചരിത്ര ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പ്രചാരണത്തിൽ ഉപയോഗിച്ചത് സൈക്കിളിലാണ്. അതുകൊണ്ട് നിയമസഭയിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെ വരുന്നു. അതാണ് ചാണ്ടിയുമ്മന്റെ വാദം. തീർച്ചയായിട്ടും ചാണ്ടിയുമ്മൻ മന്ത്രിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അവസാന നിമിഷം വെട്ടിപ്പോയ പേരാണ് ചാണ്ടിയുമ്മന്റെ. അതിലുള്ള പ്രതിഷേധം ചാണ്ടിയുമ്മൻ ഉണ്ട് എന്ന് അതൊരു പരസ്യമായ രഹസ്യം തന്നെയാണ് ഓൾമോസ്റ്റ് സഭാ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. അവരെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിൽ അദ്ദേഹത്തിന് വൈകാരികമായ പ്രശ്നവും ഉണ്ടായിരുന്നു. കാരണം മന്ത്രിയാകുമെന്ന് അത്തരത്തിലേക്ക് വാർത്തകൾ വന്നു. എന്നിട്ട് മാറ്റി നിർത്തി എന്ന തരത്തിൽ വാർത്തകൾക്ക് തനിക്ക് മോശമാവും എന്ന തരത്തിൽ അദ്ദേഹം അതിന് പ്രശ്നം പറയുകയും ചെയ്തു. എന്തായാലും ഇന്നിപ്പോൾ തൻ്റെ പ്രചരണത്തിന് ഉപയോഗിച്ച് അതേ സൈക്കിളിൽ തന്നെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിലും അതേപോലെ സൈക്കിളിൽ വരുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. പ്രായോഗികം നോക്കിയിട്ട് ആലോചിക്കുമെന്ന് കൂടി ചാണ്ടിയുമ്മൻ എന്തായാലും പറഞ്ഞിരിക്കുന്നു. തൻ്റെ